1.5 വർഷത്തിനകം മുതലപ്പൊടിയിൽ ശാശ്വതമായ പരിഹാരമുണ്ടാകുമെന്ന് മന്ത്രി സജി ചെറിയാൻ. വള്ളമിറക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കപ്പെടും. ഒരു മത്സ്യത്തൊഴിലാളിക്കും മുതലപ്പൊടിയിൽ പട്ടിണി കിടക്കേണ്ടി വരില്ലെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. കമലേഷ് തെക്കേക്കാട് ചേരുകയാണ്. കമലേഷ്, ഈ മുതലപ്പൊടിയിലെ മണൽ നീക്കവുമായി ബന്ധപ്പെട്ടായിരുന്നു അടിയന്തരമായുള്ള യോഗം. എന്തൊക്കെയാണ് യോഗത്തിലെ തീരുമാനങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒരു മത്സ്യത്തൊഴിലാളി പോലും ഇതുമായി ബന്ധപ്പെട്ട് മുതലപ്പൊഴിയിൽ പട്ടിണി കിടക്കേണ്ടി വരില്ല എന്ന ഉറപ്പാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഫിഷറീസ് മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ വി ശിവൻകുട്ടി അടക്കമുള്ള മന്ത്രിമാർ ഈ ചർച്ചയിൽ പങ്കെടുത്തു. സമരസമിതി നേതാക്കളുണ്ട്, സംയുക്ത മത്സ്യത്തൊഴിലാളി യൂണിയന്റെ നേതാക്കളുണ്ടായിരുന്നു, CITU, മറ്റു എല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഏതായാലും ആ യോഗം പൂർത്തിയായതിന്റെ ഭാഗമായി നിർണായകമായ ചില തീരുമാനങ്ങൾ, അതായത് ഈ മുതലപ്പൊഴിയിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മണൽ എത്രയും പെട്ടെന്ന് നീക്കം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് സംസ്ഥാന സർക്കാർ വേഗത്തിലാക്കുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ അവിടെ 10 മണിക്കൂറാണ് ഈ ഡ്രഡ്ജർ അടക്കം വർക്ക് ചെയ്യുന്നത്. അതിന്റെ സമയം ഉയർത്തിയിട്ടുണ്ട്. 20 മണിക്കൂർ പ്രതിദിനം 20 മണിക്കൂർ എന്നുള്ള നിലയിൽ 3 ദിവസത്തേക്ക് ഈ ഡ്രഡ്ജർ പ്രവർത്തിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതോടൊപ്പം തന്നെ കണ്ണൂരിൽ നിന്ന് കൂടുതൽ ഡ്രഡ്ജറുകൾ എത്തിച്ചുകൊണ്ട് ഈ മണൽ നീക്കം നടത്തുന്നതിനുള്ള, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറ്റുന്നതിനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഈ യോഗം പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 1.5 വർഷത്തിനകം മന്ത്രി പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, നേരത്തെയുള്ള സർക്കാർ, UDF-ന്റെ സർക്കാർ ഉണ്ടാക്കി വെച്ച ചില പ്രശ്നങ്ങളാണ്. അതായത് ശാസ്ത്രീയമായി അല്ല അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് മാറ്റുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലാണ് ഇപ്പോൾ സർക്കാർ നടത്തുന്നത്. 1.5 വർഷത്തിനകം ഈ മുതലപ്പൊഴിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ശാശ്വതമായി പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ മന്ത്രി പറയുന്ന ഒരു കാര്യം. അതോടൊപ്പം ഈ പൊഴി മുറിക്കുന്നത് യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ഈ പൊഴി മുറിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുകയാണ്. അതോടൊപ്പം ഈ ദുരന്ത നിവാരണ നിയമ വ്യവസ്ഥ അനുസരിച്ചുള്ള നടപടികളെല്ലാം അവിടെ പൂർത്തിയാക്കും. കൊല്ലം ഹാർബറിലേക്ക് നേരത്തെ മന്ത്രി പറഞ്ഞിരുന്ന ഒരു കാര്യം, വേണമെങ്കിൽ അതായത് താല്പര്യമുള്ള ആളുകൾക്ക് കൊല്ലം ഹാർബറിൽ പോയി മത്സ്യബന്ധനം നടത്താം എന്നുള്ളതാണ്. അത്തരം ആളുകൾ തയ്യാറായി വരുന്നുണ്ടെങ്കിൽ അവർക്കുള്ള സഹായം ചെയ്തു കൊടുക്കുമെന്ന് മന്ത്രി വളരെ കൃത്യമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം ഈ മത്സ്യബന്ധന തുറമുഖ നിർമ്മാണം 20-ന് ഔദ്യോഗികമായി ആരംഭിക്കുകയാണ് എന്നുള്ളതാണ്. ഇവിടെ ഇതിന് ഈ കളക്ടർ അടക്കം മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് പോവുകയാണ്. 3 വർഷത്തിനകം ഈ നിർമ്മാണം പൂർത്തിയാക്കും. ഒരു മത്സ്യത്തൊഴിലാളി പോലും ഇനി ഒരു മത്സ്യത്തൊഴിലാളിയുടെ മരണം പോലും മുതലപ്പൊഴിയിൽ ഉണ്ടാകാൻ സർക്കാർ അനുവദിക്കില്ല എന്നൊരു കാര്യം കൂടിയാണ് പറയുന്നത്. ഏതായാലും എത്രയും പെട്ടെന്ന് ഈ മണൽ നീക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനായി എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളിലേക്ക് സർക്കാർ കടക്കുകയാണ്. ശരി, മണൽ നീക്കം ഇരട്ടി വേഗത്തിലാക്കാൻ ഉൾപ്പെടെയുള്ള തീരുമാനങ്ങളാണ് യോഗത്തിൽ എടുത്തിട്ടുള്ളത്. കമലേഷ് തെക്കേക്കാടാണ് വിവരങ്ങൾ നൽകിയത്.